നമസ്കാരം. കോൺഗ്രസ് നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. KPCC പുനഃസംഘടന, DCC അഴിച്ചുപണി, തദ്ദേശ നിയമസഭാ മുന്നൊരുക്കങ്ങൾ എന്നിവ ചർച്ച ചെയ്യാനാണ് ഹൈക്കമാൻഡ് കേരള നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. AICCയുടെ പുതിയ ആസ്ഥാനത്താണ് ഇന്ന് വൈകിട്ട് 4-ന് യോഗം ചേരുന്നത്. കനകോല റിപ്പോർട്ടിന്മേലുള്ള യോഗത്തിൽ നേതാക്കളുമായി ഹൈക്കമാൻഡ് 1-to-1 ചർച്ച നടത്തും. നേതൃമാറ്റം ഈ യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റുന്നതിനെ അനുകൂലിച്ച് മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് വന്നു. പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ അധ്യക്ഷനാക്കണം എന്നറിയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മുല്ലപ്പള്ളി കത്ത് നൽകി. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിന് പിന്തുണ നൽകും. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും ഖാർഗെയ്ക്ക് അയച്ച കത്തിൽ മുല്ലപ്പള്ളി വ്യക്തമാക്കി. പുതിയ KPCC അധ്യക്ഷൻ വേണമെന്നാണ് കേരളത്തിലെ ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളുടെയും ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭൂരിപക്ഷ നേതാക്കളും ഇക്കാര്യം അറിയിച്ചു. K. സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ സംഘടനയില്ലെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടതായിട്ടാണ് വിവരം. ഹൈക്കമാൻഡ് വിളിച്ച നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. യോഗത്തിന് മുൻപ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാന നേതാക്കളെ കാണും. കേരളത്തിൽ നിന്നുള്ള പ്രധാന നേതാക്കളെ പ്രത്യേകം കാണുമെന്നും വിവരമുണ്ട്. ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്ന് നേതാക്കളോട് ആവശ്യപ്പെട്ടേക്കും. പിന്നാലെ പുനഃസംഘടനാ പട്ടിക പുറത്തുവിടുമെന്നാണ് വിവരം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കുഴപ്പമില്ലെന്ന് കഴിഞ്ഞ ദിവസം K. സുധാകരൻ പറഞ്ഞിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാതിരിക്കാം. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. മാറ്റിയാൽ കുഴപ്പമില്ല, പരാതിയില്ല. ഞാൻ തൃപ്തനായ മനസ്സിന്റെ ഉടമയാണ് എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന ഉണ്ടായേക്കുമെന്നും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ നീക്കിയേക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെന്നും വിവരമുണ്ട്. അതിനിടെ കോൺഗ്രസ് നേതൃയോഗം ജംബോ യോഗമാക്കി മാറ്റിയെന്ന ആക്ഷേപം ഉയർന്നതിനാൽ K. മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കില്ല. ഇന്ന് ഡൽഹിയിൽ യോഗം ചേരാനിരിക്കെയാണ് നേതാക്കൾ നിലപാട് അറിയിച്ചത്. 10 പ്രമുഖ നേതാക്കളെ വിളിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ച യോഗമാണ് ഗ്രൂപ്പ് സമ്മർദ്ദത്തെ തുടർന്ന് ക്ഷണിതാക്കളുടെ എണ്ണം 50 കവിഞ്ഞത്. ഇതിനിടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതിന് മുതിർന്ന നേതാക്കൾ ചർച്ചകൾ ആരംഭിച്ചു. ഇന്നലെ രാത്രിയോടെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല, MM ഹസൻ, MK രാഘവൻ, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ എന്നിവർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നത് സംബന്ധിച്ച ചർച്ചകൾ ജംബോ യോഗത്തിൽ പരസ്യമായി ചർച്ച ചെയ്യരുതെന്ന് K. സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥാനമൊഴിയാൻ സുധാകരൻ കഴിഞ്ഞ ദിവസം ഉപാധികൾ വെച്ചിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയതുപോലെ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാകണമെന്ന് K. സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. നിയമസഭാ സീറ്റും 2 DCC പ്രസിഡന്റ് പദവികളും വേണമെന്നും സുധാകരൻ മുന്നോട്ട് വെച്ച ഉപാധിയിൽ പറയുന്നു. അതേസമയം K. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ നേതൃമാറ്റ ആവശ്യം ഉയർന്നേക്കില്ലെന്നാണ് സൂചന. K. സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ഗുണകരമാകില്ലെന്നാണ് പൊതുവെ പാർട്ടിയിൽ ഉയർന്ന വിലയിരുത്തൽ. ഇതോടെയായിരുന്നു തൽക്കാലം നേതൃമാറ്റ ചർച്ചകൾക്ക് വിരാമമായത്. നേതൃമാറ്റത്തിന് പകരം സംഘടനയിലെ ജംബോ കമ്മിറ്റികളെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇന്നുണ്ടാകുമെന്നാണ് വിവരം. KPCC രാഷ്ട്രീയകാര്യ സമിതി വെട്ടിച്ചുരുക്കും. അംഗങ്ങളുടെ എണ്ണം 10 കുറയ്ക്കുമെന്നും വിവരമുണ്ട്.